വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവറും യാത്രക്കാരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ മദ്യപിച്ചുകൊണ്ടോ വാഹനം ഓടിക്കരുത്. ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ ഞാൻ നിങ്ങളെ ഓടിച്ച് കാണിച്ചു തരാൻ പോകുന്ന ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് കാർ ഓടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്കുകൾ വരുത്തുന്നതാണ് ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ക്ലച്ചിൻ്റെ കൂട്ടത്തിൽ ആക്സിലറേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചും ആക്സിലറേഷനും യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ, അതുപോലെ തന്നെ ക്ലച്ച് മാത്രം യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ വരുത്തുന്ന മിസ്റ്റേക്കുകൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒരു പരിധി വരെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ ഒരു വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതിയിടുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കനെ ഒന്ന് ഓളമർത്തിയിട്ടാൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ്? ആദ്യം തന്നെ ക്ലച്ച് ഇങ്ങനെ ചവിട്ടും, എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ക്ലച്ച് ചവിട്ടിയല്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും ക്ലച്ച് ചവിട്ടിയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷെങ്കിൽ ആദ്യം നമ്മൾ ബ്രേക്കിൽ കാല് വെച്ചതിന് ശേഷം മാത്രമേ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടാവുള്ളൂ. ഈ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യുക. എന്തുകൊണ്ടാണ്? നമ്മൾ ബ്രേക്കിൽ ചവിട്ടാതെ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ട്. ക്ലച്ച് ചവിട്ടുമ്പോൾ ഓൾറെഡി വണ്ടിക്ക് എഞ്ചിന് ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു പിടുത്തം മാറിയിട്ട് വണ്ടി ഒരു ന്യൂട്രൽ അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കയറ്റത്താണ് കിടക്കുന്നത്, നമ്മൾ ഹാൻഡ് ബ്രേക്കും ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി ഉരുണ്ടു പോകും. അതുകൊണ്ട് തന്നെ ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ബ്രേക്കിൽ കാല് വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലച്ച് ചവിട്ടുക. അതിനുശേഷം വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു. അതിനുശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നിങ്ങൾ ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അതായത് തുടക്കക്കാർ വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ആക്സിലറേഷൻ അങ്ങോട്ട് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ച് എന്ന് പതുക്കെ റിലീസ് ചെയ്യും. ഇങ്ങനെ വണ്ടി എടുക്കരുത്. ഇങ്ങനെ വണ്ടി എടുത്താൽ വലിയ അപകടം ഉണ്ടാകും. എന്തുകൊണ്ടാണ്? ഇങ്ങനെ ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ്റെ അളവ് സ്വാഭാവികമായിട്ട് കൂടുതലാണ്. ആ ഒരു സമയത്ത് നമ്മൾ ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും. ഒപ്പം തന്നെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാതെ വരും. വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് സ്പീഡ് കൂടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പോയി നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് നമ്മൾ പതുക്കെ കാലയച്ച് വണ്ടി മൂവ് ആകുന്ന പോയിന്റിലേക്ക് ക്ലച്ച് പതുക്കെ അയച്ചു വരിക. അയച്ചു വന്നിട്ട് എന്ത് ചെയ്യണം? അതിനുശേഷം മാത്രം, അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കാൻ പാടുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ആക്സിലറേഷൻ കൊടുത്ത വണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, ആക്സിലറേഷൻ പതുക്കെ കൊടുക്കുന്നു, എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ വണ്ടി ഒന്ന് നന്നായിട്ടൊന്ന് അനങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്ലച്ച് എന്ന് റിലീസ് ചെയ്യാവുള്ളൂ. പല ആൾക്കാരും എന്ത് ചെയ്യും? വണ്ടി ഒന്ന് അനങ്ങി തുടങ്ങിയാൽ ഉടൻ തന്നെ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഒറ്റയടിക്ക് കാലെടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ സംഭവിക്കുന്നത് വണ്ടി പെട്ടെന്ന് ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് അനങ്ങിയതിന് ശേഷം മാത്രം നമ്മളുടെ ക്ലച്ചിൽ വണ്ടി മുന്നോട്ട് നീങ്ങി തുടങ്ങി എന്ന് നിങ്ങൾക്കൊരു ഉറപ്പായതിനു ശേഷം മാത്രം കാലെടുത്ത് ഇത്തരത്തിൽ ഫ്ലോറിലേക്ക് വെക്കാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു. ഇനി നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം. സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സാഹചര്യങ്ങളിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആക്കും, എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കാതെ ക്ലച്ച് ചവിട്ടും, എന്നിട്ട് അടുത്ത ഗിയർ ഇടും. അപ്പോൾ ആക്സിലറേഷൻ കുറയ്ക്കാതെ ക്ലച്ച് ചവിട്ടുമ്പോൾ എന്ത് ചെയ്യും? ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് വണ്ടിക്ക് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷൻ കട്ട് ഓഫ് ആകും. ആ ഒരു സമയത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് എന്തായാലും കിട്ടില്ല. ആ ഒരു സമയത്ത് നമ്മൾ ആക്സിലറേഷൻ കൂടി ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു എന്ന് പറയുന്നുള്ള ഒരു സൗണ്ട്, ആക്സിലേഷൻ്റെ സൗണ്ട് കൂടുതലായിട്ട് വരും. അപ്പം അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ആക്സിലറേഷൻ കുറച്ചിട്ട് ക്ലച്ച് ചവിട്ടി അടുത്ത ഗിയർ എടുക്കുക. അതായത് ആക്സിലറേഷൻ നമ്മൾ ആദ്യം കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് ആക്കുന്നു, ആക്സിലറേഷൻ ഇതേ കുറയ്ക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, എന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ഓക്കെ, എന്നിട്ട് ക്ലച്ച് എന്ന് അയച്ചതിന് ശേഷം പിന്നീട് വേണം നമ്മൾ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു അബദ്ധം പല ഡ്രൈവർമാരും, അതായത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ആക്സിലറേഷൻ കുറച്ചതിന് ശേഷം മാത്രം ക്ലച്ച് ചവിട്ടുക, അതിനുശേഷം അടുത്തൊരു ഗിയർ നിങ്ങൾ ഡ്രൈവിങ്ങിലിടുക. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഞാനിങ്ങനെ സെക്കൻഡ് ഗിയറിൽ പോവുകയാണ്.
ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഇറക്കം കാണുന്നു അല്ലെങ്കിൽ ഒരു ഗട്ടർ കാണുന്നു. അപ്പോൾ നമ്മളുടെ കാല് സ്വാഭാവികമായിട്ട് ബ്രേക്കേ വരും. ബ്രേക്കേൽ വരുന്ന സാഹചര്യത്തിൽ ക്ലച്ചും കൂടെ ചവിട്ടി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതായത് ഇത്തരത്തിലുള്ള ഒരു ഇറക്കം, ഇപ്പോൾ ഇവിടെ നല്ല ഗട്ടറാണ്, അപ്പോൾ ബ്രേക്ക് നമ്മളിവിടെ കൂടുതലായിട്ട് അമർത്തി കൊടുക്കുന്ന സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ക്ലച്ച് അമർത്തി കൊടുക്കണം. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് ഇത്തരത്തിലുള്ള ഒരു ഇറക്കം വരുന്നു, മുന്നിലൊരു ഗട്ടർ കണ്ടു, പലരും ചെയ്യുന്ന എന്താണ്, പലരും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തി കൊടുക്കും. ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തി കൊടുക്കുമ്പോൾ ഗട്ടറിലേക്ക് ചാടുന്ന സമയത്ത് വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫ് ആകും. അപ്പോൾ അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ക്ലച്ച് ചവിട്ടി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി ആ ഗട്ടറോട് കൂടി ഇറങ്ങുക. അപ്പം നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു ബ്രേക്ക് ചെയ്താലും നമുക്ക് വണ്ടി ഓഫായി പോകത്തില്ല. അപ്പോൾ ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, തേർഡ് ഇടുന്നു. ഓക്കെ, ഇനി ഇതെവിടെ ഒരു ചെറിയ ഒരു ഹമ്പല്ല, ചെറിയ കുഴിയോട് കൂടിയ ഒരു റോഡ് വരുന്നു. ഇവിടെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ബ്രേക്കിൽ വരിക, അതിനുശേഷം ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയറാം. അവിടെ നമുക്ക് ക്ലച്ച് താങ്ങണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ക്ലച്ച് താങ്ങേണ്ട ചില സ്പേസുകൾ വരാറുണ്ട്. അത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കുഴി. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു കുഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ, കുഴി ഇങ്ങനെ ഇറങ്ങി നമ്മൾ കയറുന്നു, റോഡിൻ്റെ നടുവിൽ കാണുന്ന ചെറിയ ഓട പോലെയുള്ള ഭാഗങ്ങളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അവിടെയൊക്കെ ഇറങ്ങി കയറുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, ഒരു ഗിയർ ക്ലച്ച് ചവിട്ടി ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ തേടി പോകുന്നു, മുന്നിലൊരു കുഴി ഇങ്ങനെ ഉണ്ട്, നമുക്ക് അവിടെ കയറി ഇറങ്ങണം. അപ്പം നല്ല കുഴിയാണെങ്കിൽ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് ഔട്ടുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. തേർഡിലാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് പതിയെ ബ്രേക്ക് വന്നതിന് ശേഷം ആ കുഴി ഇറങ്ങി കയറിയിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക. അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരുപാട് പേര് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ചെയ്യുന്ന, ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ്, ഇപ്പം ഞാനിത് തേർഡ് ഗിയറിലേക്ക് ഇട്ടു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു, എന്നിട്ട് ഇടത്തേക്കാലിത് ക്ലച്ച് പെഡലിൽ ഇങ്ങനെ വെച്ചേക്കും. ഓക്കെ, ഇങ്ങനെ വെറുതെ വെച്ചേക്കും. അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ നമുക്ക് ക്ലച്ച് കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്ക് തപ്പിപ്പിടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ക്ലച്ചിലൊന്ന് കാല് വെക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ നമ്മൾ അത്യാവശ്യമൊക്കെ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ കാലെടുത്തത് ഇവിടെ ഫ്ലോറിലേക്ക് വെച്ചേക്കണം. ആവശ്യമുള്ളപ്പോൾ മാത്രം ക്ലച്ച് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് കിട്ടാനായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കി, എനിക്കിവിടെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യണം. അപ്പോൾ ക്ലച്ച് നിങ്ങൾക്ക് തുടക്കത്തിൽ അത് എവിടെയാണ് ക്ലച്ച് തപ്പിപ്പിടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാലൊന്ന് ജസ്റ്റ് എടുത്ത് വെച്ചേക്കുക. എന്നാൽ കുറച്ചൊക്കെ ഓടിച്ച് നമുക്കൊരു ഐഡിയ ആയതിനു ശേഷം എന്ത് ചെയ്യണം, ആ ഒരു രീതി മാറ്റി ഫ്ലോറിലേക്ക് തന്നെ കാല് വെക്കുക. ഇനി അങ്ങനെ നിങ്ങൾ ക്ലച്ച് താങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാനിവിടെ ക്ലച്ചിൽ വണ്ടി ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും വണ്ടി നിർത്തിയേക്കാണ്. എന്തുകൊണ്ടാണ്, ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി ഇങ്ങനെ ഇറങ്ങിപ്പോയി, എൻ്റെ വണ്ടി ഇവിടുന്ന് നേരെ മുന്നോട്ട് പോകണം. അപ്പോൾ ഇങ്ങനെ പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളിതേ ക്ലച്ചിൻ്റെ കൺട്രോളിങ് പഠിക്കണം. ഇപ്പോൾ ഞാൻ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ടാണ് വണ്ടി നിൽക്കുന്നത്. ഇങ്ങനെ ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റിലും ഒരു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് ഇല്ലാതെ നമ്മളുടെ ഒരു വാഹനത്തെ കയറ്റത്ത് നിർത്താൻ കഴിയും. ഇങ്ങനെ നിർത്തിയിട്ട് പല ആൾക്കാരും കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആക്സിലറേഷൻ ഇങ്ങനെ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്ക് എടുക്കും. അത് നിങ്ങൾ ഒഴിവാക്കുക. ആക്സിലറേഷൻ ഇങ്ങനെ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലച്ചിൽ നിന്ന് പതിയെ അയച്ച് മാത്രമേ വണ്ടി എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്, ഒറ്റയടിക്ക് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് വലിയ ഒരു ഡ്രൈവിങ്ങിലെ റോങ് ആയിട്ടുള്ള ഒരു രീതിയാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കയറ്റത്ത് ഓഫ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജംഗ്ഷനിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ തേർഡ് ഗിയറിലാണ് ഇങ്ങനെ വണ്ടിയായിട്ട് പോകുന്നത്. ഇനി നിങ്ങൾ വളവിൽ ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇത്തരത്തിലുള്ള ഒരു വളവാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു റണ്ണിങ് ഉണ്ട്. ചെറിയ വളവാണെങ്കിൽ ജസ്റ്റ് ബ്രേക്കിൽ കാല് വന്നാൽ മതി. നമ്മൾ ക്ലച്ചിലേക്ക് കാല് ചവിട്ടി ഇറങ്ങേണ്ട സാഹചര്യം ഇല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പല ആൾക്കാരും എന്ത് ചെയ്യും, ഒരു വളവ് കണ്ടാൽ ഉടൻ തന്നെ ക്ലച്ച് ചവിട്ടി താക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. എന്നാൽ ചില വളവുകളിൽ നമുക്കത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതെങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ എൻ്റെ കാല് ബ്രേക്ക് വരുന്നു, ഇവിടെ ഒരു വളവുണ്ട്. ഇവിടെ ഒരു വളവിൽ ഒരു വണ്ടി ഇങ്ങോട്ട് കയറി വരുവാണ്, നല്ല വീതി കൂടിയ ഒരു വലിയൊരു ബസ് കയറി വരുവാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ സ്വാഭാവികമായിട്ട് സ്ലോ ചെയ്തിട്ട് സൈഡിലേക്ക് തീർത്തും ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ക്ലച്ച് താങ്ങി തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയർ ഇട്ട് പതുക്കെ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി തീർത്തും ഒരു വളവിലൊക്കെ സ്ലോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു നിരപ്പ് റോഡിൽ തീർത്തും സ്ലോ ചെയ്യുന്നു, സ്പേസ് കുറവാണ്, ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ മാത്രമേ ബ്രേക്കിനോടൊപ്പം തന്നെ നമ്മൾ ക്ലച്ചും കൂടെ പൂർണ്ണമായിട്ട് ചവിട്ടി കൊടുക്കാവുള്ളൂ. അല്ലാതെ നമുക്ക് വരുന്ന ചെറിയ വളവുകളൊക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ മുന്നിലായിട്ടൊരു വളവുണ്ട്, ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. അപ്പോൾ ഈ വളവ്
പോകുന്ന സമയത്ത് ജസ്റ്റ് ബ്രേക്ക് മാത്രം കാലിരുന്നാൽ മതി. കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ തിരിഞ്ഞു പോരാം. എന്നാലും നമ്മളിങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി കൊടുക്കാനായിട്ട് പാടുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിലൊന്ന് ഓർക്കാനായിട്ട് ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് കൃത്യമായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആക്കുന്നു. റോഡ് സ്ട്രെയിറ്റ് ആയി 4th ഗിയറിലേക്ക് ഇടുന്നു. ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു. കാലെടുത്ത് ഫ്ലോറിൽ വെക്കുന്നു. ഇനി പല ആൾക്കാർക്ക് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇപ്പോൾ 4th വരുന്നു, ഇവിടെ ഒരു കയറ്റം കണ്ടു. കയറ്റം കാണുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്തങ്ങ് വരും. കൊടുത്ത് വന്നിട്ട് കയറ്റം കാണുമ്പോൾ തന്നെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യണം. ഇപ്പോൾ 4th നിന്ന് 3rd കൊടുക്കണം. അപ്പോൾ 3rd കൊടുക്കാൻ നേരത്തെ ഇങ്ങനെ ആക്സിലറേഷനെ ഞെക്കി പിടിച്ചുകൊണ്ട് ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിക്കും. ചവിട്ടി പിടിക്കുമ്പോൾ എന്ത് ചെയ്യും, ചവിട്ടി പിടിച്ചിട്ട് ഗിയർ ഇട്ട് കൊടുക്കും. ഗിയറൊക്കെ ഇടുന്ന കറക്റ്റ് ആയിരിക്കും, പക്ഷേ ആ ഒരു സമയത്ത് ഈ ആക്സിലറേഷൻ ചവിട്ടി പിടിക്കുന്നതുകൊണ്ട് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ആക്സിലറേഷനും ചവിട്ടി പിടിക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആക്സിലറേഷൻ്റെ സൗണ്ട് വല്ലാതെ കേൾക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഗിയർ നിങ്ങൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട സമയം 4th നിന്ന് 3rd 2nd ഒക്കെ നിങ്ങൾക്ക് ഇടേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആക്സിലറേഷൻ ചവിട്ടി പിടിക്കരുത്. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആകുമ്പോൾ ആക്സിലറേഷൻ കുറയ്ക്കുക. ക്ലച്ച് ചവിടുന്ന സമയത്ത് ആക്സിലറേഷനെ ചവിട്ടി പിടിക്കാതിരിക്കുക. എന്നിട്ട് ഗിയർ ഇട്ടതിന് ശേഷം ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ 4th നിന്ന് 3rd ഇട്ട് കഴിഞ്ഞാൽ 3rd ഇട്ട് കയറി പോവുക. 3rd പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആക്സിലറേഷൻ കുറയ്ക്കുക, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി 2nd ഗിയർ കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക, പിന്നീട് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നിങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നമുക്കൊരു ലെഫ്റ്റ് ടേൺ ആണ് ഇവിടെ എടുക്കേണ്ടത്. അതായത് ഒരു യു ടേൺ പോലെയുള്ള ഒരു ടേൺ ആണ്. ഇവിടുന്ന് മേളിലേക്ക് ഒരു റോഡുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റോഡിൽ നമുക്ക് വണ്ടി പതുക്കെ കയറേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. എന്നിട്ട് ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റ് ബാലൻസ് ചെയ്യണം. നിങ്ങൾ നോക്കിയേ, കറക്റ്റ് പോയിന്റ് ബാലൻസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ ആക്സിലറേഷൻ നല്ല രീതിയിൽ എന്നിട്ട് നമ്മൾ ഇവിടെ ആക്സിലറേഷൻ പതിയെ കൊടുക്കുക. പതിയെ കൊടുത്തതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് ടേൺ എടുക്കുക. ഇതേ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. എന്നിട്ട് ആക്സിലറേഷൻ പതിയെ കൊടുക്കുക. എന്നിട്ട് ക്ലച്ച് ഒറ്റയടിക്ക് എടുക്കരുത്. നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. അതുകൊണ്ടാണ് ഇത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതിയെ കാലേക്ക് ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ യു ടേൺ ഈസി ആയിട്ട് എടുക്കാൻ കഴിയും. നിങ്ങളെ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇവിടെ റൈറ്റ് വന്നിട്ട് ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഇതേ ഇവിടെ ഒരു നല്ല ടേണാണ്. ഇതേ പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് അയക്കുന്നു. ദേ കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു വണ്ടി വന്നു കഴിയുമ്പോൾ വീണ്ടും ക്ലച്ച് താഴോട്ട് താങ്ങി കൊടുക്കുക, ആക്സിലറേഷൻ കുറയ്ക്കുക. അപ്പോൾ നമുക്കിപ്പോൾ വണ്ടി ഹാഫ് ക്ലച്ചിൽ ആക്സിലറേഷനും ബ്രേക്കിലാണ് നിൽക്കുകയാണ്. ഇപ്പോൾ വണ്ടിയെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ചിൽ നിന്ന് ഇങ്ങോട്ട് അയക്കുന്നു, പതിയെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു. കണ്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇങ്ങനെ ടേൺ എടുക്കും. കണ്ടില്ലേ. അപ്പം ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ടേണുകളിൽ ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ ഓർക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണെ ഒന്നോളം അമർത്തിയിട്ടേക്കുക. അപ്പം ഞാൻ ഇത്തരത്തിൽ ചെയ്തിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.